ഞാനിപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ അണ്ണാനഗറിലെ ഒരു പറ്റം കേരള ബാച്ചിലേഴ്സിന്റെ വീട്ടിലാണ്. അവർ ഇന്ന് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ അവരുടെ കിച്ചണിൽ എത്തിയിട്ടുള്ളതാണ്. ആദ്യമായി നമുക്ക് ചീഫ് ഷെഫ് മിസ്റ്റർ ഷാനിഫ് ഹസൻ കാസർഗോഡിനെ പരിചയപ്പെടാം. എന്താണ് പേര്? ഇദ്ദേഹമാണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് സ്റ്റൂ ആണ്. ആദ്യമായി വേണ്ട വിഭവങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അതെ, ഗ്രീൻ പീസ് സ്റ്റൂ, പുട്ട്, കേരള പുട്ട് ഗ്രീൻ പീസ് ആണ് ഇന്ന് ഇദ്ദേഹം ഇവിടെ ബാച്ചിലേഴ്സിന് വേണ്ടി ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. കാണിച്ചു. ആദ്യമായി പുട്ട് നല്ല ഈസ്റ്റേണിന്റെ പുട്ടുപൊടി കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് നല്ല ഉപ്പ് വെള്ളത്തിലിട്ട് നല്ല നൈസായി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു തേങ്ങ നല്ല ഫൈനായി ചതച്ച് തേങ്ങ. അതെ, നന്നായി ചെറിയ തേങ്ങ ഒരു പ്ലേറ്റിൽ അദ്ദേഹം ഇവിടെ റെഡിയായി കാണിച്ചിരിക്കുകയാണ്. അടുത്തതായി ഗ്രീൻ പീസ് സ്റ്റൂക്ക് വേണ്ടിയുള്ള വിഭവങ്ങളാണ്. ആദ്യം സവാള ഏകദേശം ഒരു 5 പേർക്കുള്ള ഭക്ഷണമാണ്. 3 സവാള, പിന്നെ ഒരു 3 തക്കാളി, 2 തക്കാളി, അത് കഴിഞ്ഞ് ഒരു 2 ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്, ഇഞ്ചി ചതച്ച് വെക്കണം. അതെങ്കിലും രുചി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ, 1-ാം തേങ്ങാപ്പാൽ, 2-ാം തേങ്ങാപ്പാൽ. ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ 1-ാം തേങ്ങാപ്പാല്, 2-ാം തേങ്ങാപ്പാൽ. ആദ്യം നമ്മൾ 1-ാം തേങ്ങാപ്പാലാണ് ഈ കാണിച്ചത്. ഇത് തേങ്ങ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം പിഴുന്ന പാലാണ് 1-ാം പാല്. 2-ാമത്തെ പ്രാവശ്യം പിഴിഞ്ഞെടുത്ത പാലാണ് ഇത് 2-ാമത്. 1-ാം പാല്, 2-ാം പാല് റെഡിയായിട്ടുണ്ട്. അതിന്റെ ഉപയോഗം ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് ഗ്രീൻ പീസ് ഏകദേശം 200 ഗ്രാം ഗ്രീൻ പീസ് നേരത്തെ വെള്ളത്തിൽ 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ശരിക്കും കുതിർന്ന് വരണം. അത് കഴിഞ്ഞ് ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി പാകത്തിന്, പിന്നെ അവസാനം ഡെക്കറേഷന് വേണ്ടി കുറച്ച് മല്ലിയില കറിവേപ്പില. അങ്ങനെ ഇപ്പൊ അതിന് ഇൻഗ്രീഡിയൻസ് നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി അതിനെ തന്നെ ഉണ്ടാക്കുന്ന വിധം നമുക്ക് കാണിച്ചിരുന്നത് ചെന്നൈ അണ്ണാനഗർ മലയാളി വീട്ടിലെ ഗ്രീൻ പീസ് സ്റ്റൂ ആൻഡ് പുട്ട്, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമുക്ക് ഷാനിഫ് ഹസൻ നമ്മുടെ അതിൽ സഹായിക്കുന്നു. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രീതി ആദ്യമായിട്ട് സ്റ്റൗ പ്രഷർ കുക്കർ ആദ്യം കട്ടാപ്പാലെടുത്ത് കുക്കറിൽ ഒഴിക്കുക. ഇപ്പൊ നമ്മൾ ഒഴിച്ചത് 2-ാം പാലാണ്. 2-ാം പാൽ സവാള, പിന്നെ ഇപ്പൊ 1-ാം പാലില് 2-ാം പാലിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടാണ്. അടുത്തതായിട്ട് തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളിയും സവാളയും നമ്മൾ 2-ാം പാല് മിക്സ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് പിന്നെ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എല്ലാം ഒന്നിച്ച് ചേർക്കാൻ ഒരു ഒന്നിച്ച് ചേർക്കും. അതെ, ഇപ്പൊ അദ്ദേഹം ചേർത്തിട്ടുള്ളത് ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇഞ്ചി ചതച്ച് വെച്ചത്. ഇതെല്ലാം പാടെ ഈ 2-ാം പാലിൽ നമ്മൾ കുക്കറിൽ വെച്ചതായിട്ടാണ് കാണിക്കുന്നത്. ചെറുതായി ഇളക്കി കൊടുക്കും. നന്നായിട്ട് വഴറ്റുകയാണ് അദ്ദേഹം. Its brightness tickling my body, sending me signals, reaching into my brain. ഗ്രീൻ പീസ് ഇപ്പോൾ ആഡ് ചെയ്യണം. അങ്ങനെ ഗ്രീൻ പീസും നന്നായിട്ട് ആദ്യം വെച്ചതിന് ശേഷം ഗ്രീൻ പീസും അതിലിട്ടിട്ട് ഈ 2-ാം പാലിൽ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള, ക്യാരറ്റ് ഇതെല്ലാം 2-ാം പാലിൽ മിക്സ് ചെയ്തിട്ടാണ്. കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം.
ഇതൊന്ന് സ്റ്റൗന്ന് മാറ്റി വെച്ച് പാത്രം വെക്കും. അടുത്ത പാത്രം വെക്കണം. ഇത് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? പിന്നെ ഇത് പാത്രത്തിലേക്ക് മാറ്റി ഒന്നാം പാലും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പാത്രം ആഡ് ചെയ്യാൻ പോകണേ. ഓക്കെ. കുക്കർ ഇതിലേക്ക് മാറ്റിയിരിക്കണേ. ഒന്നാം പാൽ ഒഴിക്കുക. ഒന്നാം പാൽ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഒന്നാം പാല് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി പാകത്തിന്. ഉപ്പ് പാകത്തിന്, മഞ്ഞൾപ്പൊടി ഇത് ആവശ്യത്തിന് ഇടാം. ഇപ്പോഴേ ഒന്ന് നന്നായി ആക്കി കൊടുക്കാം. നമ്മൾ അവസാനമാണ് ഒന്നാം പാല് ഒന്നാം പാൽ ചേർക്കുന്നത്. ചേർക്കുന്നത്. നന്നായിട്ട് മഞ്ഞൾപ്പൊടി ആവശ്യക്കാരനുസരിച്ച് ഇടാം. നല്ലോണം കളർ വരുന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കൂട്ടിയിടാം. നമ്മൾ ഉപ്പും ഇതിന് പ്രത്യേകത ചോദിച്ചാൽ ഉപ്പ് അവസാനമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ചില കറികൾക്കൊക്കെ നമ്മൾ ഉപ്പ് ആദ്യം തന്നെ ആഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഉപ്പ് അവസാനമായിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ കുറച്ചും കൂടി ഗ്രേവി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഇപ്പൊ ഇത് അത്യാവശ്യം തിക്ക് ഗ്രേവി ആയതുകൊണ്ട് അദ്ദേഹം കുറച്ചും കൂടി വെള്ളത്തിനാണ് കറി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ ഗ്രേവി ആക്കി എടുക്കാം. ഇനി ഇത് കുറച്ചൊരു 5 മിനിറ്റ് ഒരു ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വെന്തായി കഴിഞ്ഞാൽ നമ്മുടെ അപ്പൊ ഇനി ഒരു 5 മിനിറ്റ് നേരം ഒരു 5 മിനിറ്റ് നേരം ഇത് ചെറിയ ഫ്ലെയിമിൽ നമ്മൾ ഇത് വെക്കണം. ഐക്കൂറ ഫ്രൈ ഇന്നത്തെ ഫുഡിനെ കൂടെ ഐക്കൂറ ഫ്രൈയും ഉണ്ട്. ഞങ്ങളുടെ സ്പെഷ്യലാണ്. ഐക്കോറ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൈ ചെയ്ത് വെച്ച ഐക്കോറ. ഉല്ലാസ് കിഷനാണ് ഐക്കോറ ഫ്രൈ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നല്ല വിധത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പുട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാണ്. കുറച്ച് തേങ്ങ, പിന്നെ നന്നായിട്ട് പുട്ട് നമ്മൾ വെള്ളത്തിലിട്ട് അരച്ച് വെച്ച് അതേ പുട്ടിൻ്റെ പൊടി ഇതാണ്. 2 പീസാണ് നമ്മൾ ഒരു കുറ്റിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പുട്ടിൻ്റെ പൊടി, അത് കഴിഞ്ഞ് വീണ്ടും തേങ്ങ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മലയാളികളും അറിയാവുന്ന ഒരു ഡിഷാണ് പുട്ട്. അതുകൊണ്ട് തന്നെ പുട്ടിന് അത്രയും മഹാത്മ്യം തന്നെ പുട്ടിനുണ്ട്. ഇപ്പോൾ ഇത് നിറഞ്ഞു. ഇപ്പം ഇത് നിറഞ്ഞ ശേഷം നമ്മൾ കുക്കറിൻ്റെ മേലെയാണ് പുട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചു. ഇനി ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പുട്ട്, നാടൻ പുട്ട് റെഡിയാവുന്നതാണ്. ഇപ്പോൾ ആദ്യം വന്നിട്ടുണ്ട്. ആദ്യത്തെ പുട്ട് തന്നെ നമ്മൾ കുത്താൻ പോവാണ്. ആദ്യം വന്നിട്ടുണ്ട്. നമ്മൾ നന്നായി തുറന്ന് ഇതിൻ്റെ മൂടിയെല്ലാം തുറന്നിട്ട് നമ്മൾ പുട്ട് ഇതിലേക്ക് പതുക്കെ കുത്താൻ പോകും. പുട്ട് നന്നായിട്ട് പതുക്കെ നമ്മൾ ആദ്യത്തെ പുട്ട് കേരള പുട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ പുട്ട് കേരള പുട്ട് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ പുട്ട് ഗ്രീൻ പീസ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്നിന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കറിവേപ്പിലയും ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നാടൻ പുട്ട്
രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കഴിച്ച് നോക്കാം.